സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കൂടെ ഉള്ളത് കൊല്ലത്ത് തന്നെ ഏറ്റവും ഫേമസും എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ബോക്സറാണ്. സോ വൺ ആൻഡ് ഓൺലി അമലു. എന്നോട് അമലു എങ്ങനെയാണ് ഈ ബോക്സിംഗ് രംഗത്തോട് എത്തിപ്പെട്ടത് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻസ് വഴിയാണ് ബോക്സിങ്ങിലോട്ട് വരുന്നത്. അപ്പം 2011 ഞാൻ ബോക്സിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏജ്? അപ്പോൾ ഞാൻ 11 വയസ്സാകുന്നുണ്ട്. 11ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കൊല്ലത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്പോർട്സ് കൗൺസിലിൽ. പിന്നെ അതിനുശേഷം 8ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരം സായിലോട്ട് സെലക്ഷൻ ഇറങ്ങുന്നു. സായിൽ സെലക്ഷൻ കിട്ടുന്നു. കൊല്ലം ബോക്സിംഗ്. കോച്ച് ആരായിരുന്നു? കോച്ച് കോലപ്പൻ പിള്ള എന്ന് പറയും ഒരു സാറ്, പിന്നെ ശിവകുമാർ പാൽ, 2 കോച്ചസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം +2 വരെ അവിടെ ആയിരുന്നു. 8ാം ക്ലാസ് മുതൽ +2 വരെ. നമ്മൾ 11ാമത്തെ വയസ്സിൽ ബോക്സിംഗിൽ സ്റ്റാർട്ട് ചെയ്തു. എത്ര കൊല്ലം എടുത്ത് ഒരു കോമ്പറ്റീറ്റീവ് ലെവലിലോട്ട് എത്തിപ്പെടാൻ? ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എപ്പോഴായിരുന്നു? ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തന്നെ ഞാൻ ബിഗിനറായിട്ട് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് അധികം പ്രാക്ടീസ് ഇല്ലാതെ തന്നെ ഞാനൊരു ചാമ്പ്യൻഷിപ്പ്, സബ് ജൂനിയർ ലെവലിൽ ചാമ്പ്യൻഷിപ്പ് ഇറങ്ങേണ്ടി വന്നു. പക്ഷെ അത് എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല. ആദ്യ മത്സരം ജയിച്ചോ ഇല്ല, തോറ്റത്. ബോക്സിംഗ് കാറ്റഗറി തന്നെ, അമച്ചർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ കാറ്റഗറിയിൽ ഫസ്റ്റ് ബോട്ട് തന്നെ ഞാൻ തോക്കുമായിരുന്നു. തോറ്റുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്. പിന്നെ അതിനുശേഷമാണ് ഞാൻ സായിലോട്ട് ജോയിൻ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷമുള്ള സബ് ജൂനിയർ മുതൽ ചാമ്പ്യൻ ആവാൻ തുടങ്ങി. പ്രൊഫഷണലി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പ്രൊഫഷണൽ അത് അമച്ചർ ബോക്സിംഗ് ആണ്. പ്രൊഫഷണൽ ബോക്സിംഗ് ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് 2024 തൊട്ട് പ്രൊഫഷണൽ ബോക്സിംഗ് കരിയർ തുടങ്ങി. ഓക്കെ. അമൽ, വീട്ടിലായിരിക്കും അമലിന്റെ? വീട്ടില് അമ്മ, അച്ഛൻ, ചേട്ടൻ, പിന്നെ അനിയത്തിമാര്, അനിയൻ. വീട്ടിലാരെങ്കിലും ഉണ്ടോ വേറെ ബോക്സർ? എൻ്റെ ബ്രദർ ബോക്സറാണ്. ബ്രദർ സ്റ്റേറ്റ് മെഡലിസ്റ്റ്. അപ്പോൾ വീട്ടില് വേറെ ആളുണ്ടായിരുന്നു? അതെ. ഇതിനകത്ത് എത്തിപ്പെടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാനും ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. ഓക്കെ. അമലിന്റെ ഹൈറ്റ് എത്രയാണ്? എനിക്ക് 161-60. ഓക്കെ. അമൽ ഒരു കോമ്പറ്റീറ്റീവ് ലെവലിലായിട്ട് ഇറങ്ങിയപ്പോൾ അമലിന്റെ ഹൈറ്റ് ഒരു പോരായ്മയായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഹൈറ്റ് പോരായ്മയായിട്ട് എനിക്കിപ്പോ തോന്നുന്നില്ല അത്. കാരണം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇടയ്ക്ക് ഹൈറ്റിൽ ഇറങ്ങുമ്പോഴോ തോന്നിയിട്ടുണ്ട്. ഹൈറ്റ് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ നിസ്സാരമായിട്ട് വിൻ ചെയ്യുന്നേ ഉള്ളൂ. അത് വലിയ ബുദ്ധിമുട്ടുള്ളത് ആയിട്ടില്ല. എങ്ങനെ ടെക്നിക്സ്? അപ്പൊ 2 രീതിയിലുള്ള ബോക്സർമാരുണ്ട്. ഇപ്പം ഹൈറ്റ് കൂടുതലുള്ള ആളാണെങ്കിലും കുറവുള്ള ആളാണെന്നുണ്ടെങ്കിലും 2 പേർക്കും വേറെ വേറെ പവർ ആയിരിക്കും. സ്ട്രെങ്ത്, ഇടിയുടെ വെയിറ്റ് ഒക്കെ വേറെ രീതിയിലായിരിക്കും. പിന്നെ സ്കിൽസ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുന്നുണ്ട്, കോമ്പറ്റീഷൻ ജയിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇടി കിട്ടുമ്പോഴുള്ള പെയിൻ എന്നുവെച്ചാൽ ഒരു ഇടി കിട്ടുമ്പോൾ ഉണ്ടാവുന്ന പെയിൻ എങ്ങനെ റിക്കവർ ചെയ്യും? നമ്മളിപ്പം ചാമ്പ്യൻഷിപ്പ് ഇറങ്ങുമ്പോൾ എന്തായാലും ഉള്ളൂ ഒന്നാമത്തെ കാര്യം. അപ്പൊ റിക്കവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഒരു ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മളതോടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. വലിയൊരു ഇഞ്ചറി ഉണ്ടെങ്കിൽ മാത്രം ബ്രേക്ക് എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും വാർമിംഗ് അപ്പ് എല്ലാം ചെയ്ത് എങ്കിലേ ആ റിക്കവറി ഉണ്ടാകത്തുള്ളൂ. ഓക്കെ. നമ്മളുടെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു ഇഞ്ചുറി എന്ന് വെച്ചാൽ ഈ ബോക്സിംഗ് മേഖലയിലായാലും എങ്ങനെയെങ്കിലും ഏറ്റവും വലിയൊരു ഇഞ്ചുറി എന്താണ്? എനിക്ക് ഇഞ്ചുറി ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല. നല്ലൊരു ഇഞ്ചുറി ആയിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഉള്ളതിൽ അങ്ങനെ എനിക്ക് ഇടി കിട്ടുമ്പോഴുള്ള വേദന എത്ര ദിവസം കാണും അങ്ങനെ? അത് എനിക്ക് ജസ്റ്റ് ഷോൾഡർ പെയിൻ അങ്ങനെയുള്ളതൊക്കെ വരത്തുള്ളൂ. അല്ലാതെ ഒരു സീരിയസ് ഇഞ്ചുറി ഒക്കെ എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ. ഇപ്പോൾ ഒരു കുട്ടി ഇവിടെ ബോക്സിംഗ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ അമലിപ്പോ ട്രെയിനർ ആണല്ലോ, ഇവിടുന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയെ ഫസ്റ്റ് നിങ്ങൾ ഏത് കോമ്പറ്റീഷനിലോട്ടായിരിക്കും ഇറക്കുന്നത്? ആദ്യം നമ്മൾ ചെയ്യിപ്പിക്കുന്നത് അവരെ കണ്ടീഷൻ ആക്കുക. ഇപ്പം എല്ലാവർക്കും ഒരേ ബോഡി ആയിരിക്കത്തില്ല. അപ്പോൾ അവരുടെ കപ്പാസിറ്റി നോക്കിയിട്ട് അവർക്ക് ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ട് അവരെ ഫിറ്റ്നസ് ആദ്യമേ ഓക്കെ ആക്കിയിട്ട് അതിനുശേഷമേ ബേസിക് മാത്രം ചെയ്യിപ്പിച്ചുള്ളൂ. പിന്നെ ബേസിക് എല്ലാം പഠിച്ച് ബേസിക് ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ അവർ ഏത് ലെവലിലായെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ കോമ്പറ്റീഷൻ നടക്കാറുള്ളൂ. അപ്പം എത്ര നാളെടുക്കും ഒരു കുട്ടി ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം? അതിപ്പം നമ്മൾ പഠിക്കുന്നത് പോലെ ഇരിക്കും. ബോക്സിംഗ് എന്ന് പറയുമ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് സ്ട്രെങ്ത്തിനെക്കാട്ടി കൂടുതൽ വേണ്ടത് കോർഡിനേഷനാണ്. കോർഡിനേഷൻ ഭയങ്കരമായിട്ട് വേണ്ട ഒരു ഇത് ഇവന്റാണ് ബോക്സിങ്. അപ്പോൾ ബോക്സിങ് കോർഡിനേഷൻ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഓരോ ടൈമില്ല ഓരോരുത്തർ പഠിക്കുന്നത്. കോർഡിനേഷൻ നന്നായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
പെട്ടെന്ന് പഠിച്ചെടുക്കും, അല്ലാത്തവര് പഠിച്ചെടുക്കാൻ പാടാണ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ സബ് ഡിസ്ട്രിക്ട് ആണോ അതോ അങ്ങനെ? നമുക്ക് ജില്ലാ ചാമ്പ്യൻഷിപ്പ് ആയിരിക്കും. ജില്ലാ ചാമ്പ്യൻഷിപ്പ് അത് സ്റ്റേറ്റ് സ്കൂൾ വൈസിലാണോ ഇറങ്ങുന്നത് അതോ നിങ്ങൾ ക്ലബ് വൈസിലാണോ? അസോസിയേഷനും ഉണ്ട്, സ്കൂൾസും ഉണ്ട്. സ്കൂൾസ് വൈസിൽ ഇറങ്ങാം. ഇവിടെ കൂടുതൽ ഇറങ്ങുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ നിലവിൽ ഇറങ്ങിയിട്ടുള്ളത് കൂടുതൽ അസോസിയേഷൻ ബേസ്ഡ്. ഓക്കെ, ഈ ബോക്സിംഗ് കുട്ടികൾക്ക് പ്രത്യേകമായ ഡയറ്റ് അങ്ങനെ എന്തെങ്കിലും? നമ്മളിപ്പം ഡയറ്റ് ആയിട്ടൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല, കാരണം ഇപ്പം അവരവരുടെ ഓരോരുത്തരുടെയും വീട്ടിലെ സാഹചര്യങ്ങളും ഓക്കെ എല്ലാം. അമലുവിന്റെ ഡയറ്റ് എങ്ങനെയാണ്? എനിക്കും ഇപ്പം അങ്ങനെ ബോക്സിംഗ് ചാമ്പ്യൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഹോസ്റ്റലായിരുന്നപ്പോ എനിക്ക് നല്ല ഫുഡായിരുന്നു, പ്രോട്ടീൻ ഫുഡൊക്കെയാണ് കിട്ടുന്നത്. കാരണം പ്രോട്ടീൻ ഫുഡ്സ് രാവിലെ മുട്ട, പാല്, പഴം ഫുഡിന്റെ കൂടെ വെള്ളമുണ്ട്. ഓക്കെ, പിന്നെ ഉച്ചയ്ക്ക് മീൻ കാണും, രാത്രി ചിക്കനോ അല്ലെ ബീഫോ മട്ടൺ എന്തെങ്കിലും കാണും. ഓക്കെ, ഇവിടുത്തെ കുട്ടികളായാലും ബോക്സിംഗ് മേഖലയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സപ്ലിമെന്റ്സ്? ഇതുവരെ ആരും അങ്ങനെ സപ്ലിമെന്റ്സ് എടുക്കുന്നില്ല. ഇലക്ട്രോലൈറ്റ്, എനർജി ഡ്രിങ്ക്? നമ്മൾ ഇലക്ട്രോലൈറ്റ് കഴിക്കുന്നുണ്ട്, കാരണം വെയിറ്റ് കട്ട് ചെയ്യുന്ന പിള്ളേരുണ്ട്, അവർക്ക് പെട്ടെന്ന് റിക്കവറി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇലക്ട്രോലൈറ്റ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ചാമ്പ്യൻഷിപ്പ് ടൈമിൽ കോമ്പറ്റീഷന് മുന്നേ അവർ സിപ്പ് ചെയ്യാൻ ഞാൻ പറയും, അവർ കഴിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബോക്സിംഗ് മേഖലയിലുള്ള ഒരുപാട് സിനിമകൾ നമ്മളിപ്പോൾ ഇവിടെ വന്നു. അത് അവസാനമായി ഇറങ്ങിയ ആലപ്പുഴ ജിങ്കാന അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിലും ബോക്സിംഗ് പ്ലെയേഴ്സ് ആയാലും കോച്ചസ് ആയാലും സ്മോക്കിംഗ് ചെയ്യുന്ന ഒരു വീഡിയോസ് നമ്മൾ എല്ലാ സിനിമകളിലും കാണുന്നുണ്ട്. അപ്പം താങ്കൾ അതിൽ യോജിക്കുന്നുണ്ടോ? ഇല്ല, അത് സിനിമയിൽ മാത്രമേ ഉള്ളൂ. ഒരു അത് പക്ഷെ അങ്ങനെ ഒരു സിനിമയിൽ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു ഇൻഫ്ലുവൻസ് ആയിക്കൂടെ? ബോക്സിംഗ് മേഖലയിൽ വന്നാൽ സ്മോക്ക് ചെയ്യാം. അതിനെപ്പറ്റി അറിയാത്തവർക്ക്, ഫസ്റ്റ് കാണുന്ന ഒരാൾക്ക്, അതായത് ഒന്നും അറിയാത്ത ഒരാൾ കാണുന്നവർക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. പക്ഷെ ഒരു പ്രൊഫഷണലായിട്ട്, അതായത് നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു കോച്ചിന്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക്ക് നന്നായിട്ട് ചെയ്യുന്ന ഒരാളുടെ അണ്ടറിൽ ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ബോക്സിംഗ് എന്താണ്, ബോക്സിംഗ് എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാൻ പറ്റും, അവർക്കറിയാൻ പറ്റും. അതൊരു ആ സിനിമകളിൽ കാണിക്കുന്ന ബോക്സിംഗ് ഒരു ബാഡ് ഇൻഫ്ലുവൻസിംഗ് ആണെന്ന് യോജിക്കുന്നുണ്ടോ? അതവർ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ അതിൽ കൂടെ ഒന്നും പറയാൻ നമുക്ക്. നമ്മൾ കുട്ടികൾക്ക് ഒരു ഇൻഫ്ലുവൻസ് ആയാലോ? അതാ പറഞ്ഞത്, ഇപ്പം ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് അണ്ടറിൽ പോകുമ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. ഓക്കെ അതിൽ ക്വസ്റ്റ്യൻ, ഇപ്പം ബോക്സേഴ്സ് സ്മോക്ക് ചെയ്യുന്നത് നല്ല പറ്റുവോ ഇല്ലയോ? ബോക്സേഴ്സ് നല്ല പൊതുവാരും സ്മോക്ക് ചെയ്യുന്നത് നല്ലതല്ല. ഓക്കെ, ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ. ആഫ്റ്റർ മാരേജ് ഒരു 25-26 വയസ്സ് കഴിഞ്ഞ് ഒരാൾ ഇവിടെ ബോക്സിംഗ് ജോയിൻ ചെയ്യാൻ വന്നാൽ ഇവിടെ ഒരു കോമ്പറ്റീറ്റീവ് ലെവലിലോട്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും? ഒരു അക്കാഡമിക് ഇയർ അല്ലാതെ ഒരു 25 വയസ്സിന് മുകളിലോട്ട്, ഇപ്പം എനിക്കിപ്പോ 28 വയസ്സ് 25 വയസ്സ് കല്യാണം കഴിഞ്ഞ് എനിക്ക് ബോക്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കോമ്പറ്റീഷൻ ലെവലിലോട്ട് വരാൻ അവരെ കൊണ്ട് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതും ഏത് കോമ്പറ്റീഷൻ ലെവലിലായിരിക്കും ആദ്യം ഇറക്കുന്നത്? ഒരു 25 വയസ്സ് കഴിഞ്ഞു, 25 വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും സീനിയർ കാറ്റഗറി, 18 വയസ്സിന് മുകളിൽ സീനിയർ കാറ്റഗറി, അവർക്ക് ഒറ്റ ചാമ്പ്യൻഷിപ്പേ കാണത്തുള്ളൂ. സീനിയർ ലെവലിൽ ചാമ്പ്യൻഷിപ്പ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഈ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കാറ്റഗറി ആണോ അതോ ഏജ് കാറ്റഗറി? സീനിയറിന് വെയിറ്റ് കാറ്റഗറി. അതിനെപ്പറ്റി എന്തൊക്കെയാണ്? വെയിറ്റ് കാറ്റഗറി നമ്മൾ ഇറങ്ങുന്ന എല്ലാ സീനിയർ കാറ്റഗറിയാണ്. ഞാനിപ്പോ നിലവിൽ പ്രൊഫഷണൽ ബോക്സിംഗിന് ആണ്. പ്രൊഫഷണൽ ബോക്സിന് ഒറ്റ കാറ്റഗറി ഉള്ളൂ, സീനിയർ ജൂനിയർ എന്നല്ല. പ്രൊഫഷണൽ ബോക്സ് വെയിറ്റ് ഉണ്ട്. വെയിറ്റിൽ തന്നെ പ്രത്യേകം കാറ്റഗറി ഉണ്ട്. ഒരു 18 വയസ്സിന് മുകളിലോട്ടല്ല എല്ലാവരും ഒരു കാറ്റഗറി ആണെങ്കിലും അതിൽ തന്നെ വെയിറ്റ് കാറ്റഗറി ഉണ്ട്. ഓക്കെ, അമല് ഏത് വെയിറ്റിലാണ് ഇറങ്ങുന്നത്? ഞാൻ പ്രൊഫഷണൽ ബോക്സിംഗ് ഇറങ്ങുന്നത് 53-ലാണ് ഇറങ്ങുന്നത്, പ്രൊഫഷണൽ ബോക്സിംഗ്. ഓക്കെ, ഒരു മത്സരം അമല് തോറ്റു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നത്? ഇപ്പം എല്ലാവരും മുമ്പിൽ നിന്ന് ബോക്സ് ചെയ്യുമ്പോൾ തോറ്റുപോയാൽ എങ്ങനെയാണ് അതിൽ നിന്ന് റിക്കവറി ആവുന്നത്? റിക്കവറി അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ടോ? അക്സെപ്റ്റ് ചെയ്യാറുണ്ട്, കാരണം ഇനി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് കുറവ് കൊണ്ടായിരിക്കത്തില്ല, നമ്മൾ ആ കോമ്പറ്റീഷൻ റിങ്ങിൽ കാണിക്കുന്നതിൻ്റെ ഒരു പിഴവ് മൂലം നമുക്ക് തോക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, നന്നായിട്ട് ചെയ്താൽ മതി. ബോക്സിംഗ് റിങ്ങിലല്ലാതെ ലൈഫിൽ വേറെ എവിടെയെങ്കിലും തോറ്റു പോയിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോ ബോക്സിംഗ് നമ്മളിവിടെ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് രീതിയിലുള്ള ടെക്നിക്ക് പഠിപ്പിക്കുന്നു. ബോക്സിംഗ് റിങ്ങിലല്ലാതെ കുട്ടികൾ ഇത് പുറത്ത് യൂസ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് അമലുടെ അഭിപ്രായം? എനിക്ക് അഭിപ്രായം ഞാൻ വേണ്ടെന്നേ പറയത്തുള്ളൂ. ബോക്സിംഗ് അകത്ത്, അതായത് റിങ്ങിനകത്ത് ചെയ്യാനുള്ളതാണ് ബോക്സിംഗ്, പുറത്തൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇതിപ്പം ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച്. അമലുവിന്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ ബോക്സിംഗ് റിങ്ങിന് പുറത്ത് വെച്ച്? ഇല്ലല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ കുട്ടികൾ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, പിന്നെ തൊട്ട് ഇനി
ഒരു തവണ ആണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കും, പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എന്നോട് പ്രാക്ടീസ് ചെയ്യണ്ട, എൻ്റെ കൂടെ ചെയ്യണ്ട, എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറയും, ചെയ്യിപ്പിക്കത്തില്ല പിന്നെ. ഓക്കെ, അമലു ഇപ്പൊ ഈ ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുത്തിട്ടില്ലേ? ഇപ്പൊ ഒരു മിഡിൽ ഏജ് ആണ്. ഈ ഒരു പ്രൊഫഷൻ മുമ്പോട്ട് ലൈഫ് മുഴുവൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് എത്ര നാള് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങാൻ പറ്റും അത്ര നാളെ ഞാൻ ഇറങ്ങും. അതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. ഓക്കെ, അമലുവിന് ഇപ്പൊ എത്ര വയസ്സായി? 25. അപ്പം ഇങ്ങനെ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് ഫാമിലി ലൈഫ് മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഉണ്ട്. ഓക്കെ, വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടൊക്കെ തന്നെ. ഓക്കെ, കൊല്ലം ജില്ലയിൽ നിന്ന് എന്തുകൊണ്ട് നാഷണൽ പ്ലെയേഴ്സ് ഉണ്ടാവുന്നില്ല? അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു സ്റ്റേറ്റ് പ്ലെയർ വരെ നിൽക്കുകയാണ് നമ്മളെ ബോർഡർ. നാഷണൽ കോമ്പറ്റീഷൻ ഇന്ത്യയിൽ നിന്ന് റെപ്രസെന്റേറ്റീവിലോട്ട് ചെയ്യാൻ പറ്റാത്ത എന്തുവാണ് കേരളത്തിൽ നിന്ന് ആർക്കും? കേരളത്തിൽ നിന്ന് സാധിക്കാനേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അമലു 11ാമത്തെ വയസ്സിൽ ബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അമലുവിന് 25 വയസ്സുണ്ട്. അന്നത്തെയും ഇന്നത്തെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബോക്സിംഗ് ലെവൽ കൂടിയോ കുറഞ്ഞോ, എങ്ങനെയാണ്? നല്ല മാറ്റമുണ്ട്. അന്ന് ബോക്സിംഗ് ജോയിൻ ചെയ്തപ്പോ 11ാമത്തെ വയസ്സിൽ എത്ര രൂപയായിരുന്നു ഫീസ്? എത്ര രൂപയായിരുന്നു അന്നത്തെ? ഇല്ല, ഞാൻ ഫീസ് കൊടുത്ത് പഠിച്ചിട്ടില്ല. അത് സ്പോർട്സ് കൗൺസിലിൽ ഫീസില്ല. സ്പോർട്സ് കൗൺസിൽ പഠിക്കാൻ വരെ ഫീസില്ല. ഞാൻ ഇതുവരെ ഫീസ് കൊടുത്ത് ബോക്സിംഗ് പഠിക്കാൻ പോയിട്ടില്ല. ഓക്കെ, അമല് ഇവിടെ കുട്ടികളെ പഠിപ്പിച്ചതിൽ ഏറ്റവും നല്ലൊരു പൊസിഷനിൽ എത്തിയത് ഏത് കുട്ടിയാണ്? അവരെ ഇൻസ്പിറേഷൻ, അവരൊരു എനിക്ക് എല്ലാം നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന പിള്ളേരാണ്. പിന്നെ ഇപ്പൊ നാഷണൽ പോയ പയ്യൻ എനിക്കൊരു പ്രത്യേക ഫീലാണ്. കാരണം എൻ്റെ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തന്നെ സ്റ്റേറ്റ് ഗോൾഡ് വരിക, അതുപോലെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പം ഇവിടെ പഠിച്ച പയ്യൻ. ഓക്കെ, അവന്റെ പേരെന്താ? മുഹമ്മദ് ബിലാൽ. ഏത് കാറ്റഗറിയാണ്? 60 ജൂനിയർ കാറ്റഗറി. അമൽ അടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന കോമ്പറ്റീഷൻസ് ഇപ്പൊ നിലവിലൊന്നും പറഞ്ഞിട്ടില്ല. പ്രൊഫഷണൽ ബോക്സിന്റെ തന്നെ ചാമ്പ്യൻഷിപ്പ് ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. ഇവിടെ എന്തൊക്കെ ടൈപ്പ് ബോക്സേഴ്സ് ആണ് പഠിപ്പിക്കുന്നത്? ക്ലബില് ബോക്സിംഗ്, ഞാൻ ബോക്സിംഗ് ട്രെയിനറാണ്. പിന്നെ കിക്ക് ബോക്സിംഗ് ഉണ്ട്, ഉഷു, മൊയ്തായ്, MMA. ഓക്കെ, പെൺകുട്ടികൾക്ക് ഇതൊരു അവസരമാണോ? പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഒരു നല്ലൊരു അവസരം. ഇവിടെ പെൺകുട്ടികളുണ്ടോ? ധാരാളം. ഓക്കെ, അമൽ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് എത്ര നാഷണൽ പ്ലെയേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അത് എനിക്ക് ഒരുപാട് നാഷണൽ പ്ലെയേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് ഇവിടെ, ക്ലബിലുണ്ട്. ഇവിടെ എപ്പോഴൊക്കെയാണ് ട്രെയിനിങ് ടൈം? നമുക്ക് മോർണിംഗ് സെഷൻ ഉണ്ട്, ഈവനിങ് സെഷൻ ഉണ്ട്. ഓക്കെ, ഫുൾ ഡേ എന്നും? സൺഡേ ഓഫ്, ബാക്കി എല്ലാ ദിവസവും. ഓക്കെ, അപ്പം അമലുവിന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തത്. സോ അമൽ വളരെ നല്ലൊരു ട്രെയിനറാണ്, നല്ലൊരു ക്യാരക്ടറാണ് അമലിനുള്ളത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, വേറെ പക്ഷേ നമ്മളുമായിട്ട് ഇത്രയും ടൈം നമുക്ക് വേണ്ടി തന്ന അമലിന് ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി വലിയ സക്സസിലേക്ക് എത്തിപ്പെടട്ടെ.